വൈഷു സ്കൂൾ വിട്ട് വന്നിട്ടും രുദ്ര തൻ്റെ റൂമിൽ വന്നില്ലെന്ന് കണ്ടതും അവൾ ഭദ്രയുടെ റൂമിൽ വന്ന് രുദ്രയുടെ ഡ്രസ്സെല്ലാം അവളുടെ റൂമിൽ കൊണ്ടുവച്ചു. ഏട്ടൻ പറയാതെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല. ഏട്ടൻ വന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചിട്ട് പോരെ ഇതൊക്കെ. ഓ, വന്ന് ഒരു നിമിഷം പോലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ആയിപ്പോയല്ലോ ഏട്ടത്തിക്ക്. ആണെന്ന് കൂട്ടിക്കോ നീ. എൻ്റെ ഏട്ടത്തി, ഏട്ടനും ഏട്ടത്തിയും എന്നും സന്തോഷമായി ജീവിക്കാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. ബട്ട് ഏട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തിയോടുള്ള ഇഷ്ടം അത് ഇതുവരെയും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മറന്നുപോയോ? ശരിയാ, നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ ഏട്ടൻ എനിക്ക് പകർന്നു തന്ന സ്നേഹത്തിലൂടെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഏട്ടത്തി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വൈഷു അത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രുദ്രയ്ക്കും ഭദ്രയ്ക്കും ഇടയിൽ നടന്നതെല്ലാം അവൾ വൈഷുവിനോട് പറഞ്ഞു. വൈഷുവിന് തൻ്റെ തലയ്ക്ക് ചുറ്റും കിളികൾ പറക്കുന്നത് പോലെ അവൾ ബെഡിലിരുന്ന് കണ്ണുകൾ വിടർത്തി വെള്ളം വെള്ളം എന്ന് പറഞ്ഞു. രുദ്ര വേഗം ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലായി വെള്ളം പകർന്നെടുത്ത് വൈഷുവിന് നൽകി. അവൾ വേഗം അത് കുടിച്ചു തീർത്ത ശേഷം രുദ്രയെ നോക്കി പറഞ്ഞു, എന്നാലും എൻ്റെ ഭദ്രയേട്ടൻ ഇത്രയ്ക്കും റൊമാൻറ്റിക് ആയിരുന്ന മനുഷ്യനായിരുന്നു. എങ്ങനെ നടന്ന മനുഷ്യനാ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. നീ വിശ്വസിക്കണ്ട, ഞാൻ കാര്യമാ പറഞ്ഞേ. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഏട്ടനേട്ടത്തിയോട് ഒടുക്കത്തുള്ള ഔവ. പക്ഷേ ആൾ ചേച്ചിയോട് പറയാൻ അല്പം മസിൽ പിടിക്കുന്നില്ലേ എന്നൊരു തോന്നൽ. ഒരു കണക്കിന് സ്നേഹം തുറന്നു പറയാതെ ഉള്ളിലുള്ള സ്നേഹം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നത് പ്രത്യേക ഫീല് തന്നെയാ. ഉണ്ടാ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഈ ലവ് കാര്യത്തിൽ ഏട്ടത്തിയേക്കാൾ അറിവുള്ളത് കൊണ്ട് പറയുക. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഏട്ടൻ്റെ മനസ്സിലുള്ളത് ഏട്ടൻ തന്നെ ഏട്ടത്തിയോട് തുറന്ന് പറഞ്ഞേ പറ്റൂ. അതൊന്നും നടക്കില്ല. നടക്കും, ഇല്ലെങ്കിൽ നടത്തിക്കും. അതിനല്ല ഞാനിവിടെ ഉള്ളത്. ഏട്ടത്തി കണ്ടോ, ഇന്ന് ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ റൂമിലെ ഏട്ടത്തിയെ കാണാതെ വരുന്ന സമയം ഏട്ടത്തിയോടുള്ള ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഏട്ടൻ്റെ മനസ്സിലുള്ളതെല്ലാം താനെ പുറത്ത് വന്നോളും. വെയിറ്റ് ആൻഡ് സീ. ശേഷം സ്ക്രീനിൽ കാണാം. അവസാനം നിന്റെ ഏട്ടൻ എന്നെയും നിന്നെയും ആ സ്ക്രീനിൽ ഒട്ടിക്കാതിരുന്നാൽ മതി. രുദ്ര അത് പറയുമ്പോൾ വൈഷു അവളെ നോക്കി ചിരിച്ചിരുന്നു. രാത്രി ഹാളിൽ തന്നെ ഭദ്രയെ കാത്തിരിക്കുകയായിരുന്നു രുദ്ര. കാരണം വൈഷു അവളെ ഭദ്രയുടെ റൂമിൽ പോകാൻ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഭദ്ര വരുമ്പോൾ അവന് പിന്നാലെ പോകാനായി തന്നെ അവൾ ഹാളിൽ തന്നെ അവനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ വിജിത്ത് വന്നിട്ടും ഭദ്ര വന്നില്ല. അവനോട് ഭദ്രയെ പറ്റി ചോദിക്കുമ്പോൾ ഏട്ടൻ ഓഫീസിൽ 2 ദിവസം ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് വർക്ക്സ് ഉണ്ട് നോക്കാൻ, അതുകൊണ്ട് അല്പം ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. വിജിത്ത് പോയിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുമ്പോൾ വൈഷു വന്ന് അവളെ ബലമായി തന്നെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു. വൈഷുവിനൊപ്പം ആ ബെഡിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഭദ്ര മാത്രമായിരുന്നു. അവനൊന്നു വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോയിരുന്നുവെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചു. എത്ര തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാനായില്ല. ഇടയ്ക്കിടെ അവൾ അടുത്തു കിടക്കുന്ന വൈഷുവിനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കള്ള ഉറക്കം നടിച്ച് കിടക്കുന്ന വൈഷു കണ്ടിരുന്നു. അവൾ ചുണ്ടിലൂറിയ ചിരിയോടെ രുദ്രയെ നോക്കാതെ തിരിഞ്ഞു കിടന്നു. ഭദ്ര വരുമ്പോൾ തന്നെ രാത്രി 1 മണിയോടടുത്തിരുന്നു. അന്നത്തെ ദിവസം ഭദ്രയ്ക്ക് ഡോറ് തുറന്നു കൊടുത്തത് വിജിത്തായിരുന്നു. അല്ല, അമ്മയുടെ അമ്മയ്ക്ക് തലവേദന, അതുകൊണ്ട് നേരത്തെ കിടന്നു. നീ ഇതുവരെ ഉറങ്ങില്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയതാ, വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാ. അപ്പോഴാ ഏട്ടൻ വന്നതറിഞ്ഞേ. ഈയിടെയായി നിന്റെ വെള്ളം കൂടി അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഭദ്ര അത് പറയുമ്പോൾ വിജിത്ത് അവനെ നോക്കി ഭംഗിയായി ചിരിച്ചു. ഭദ്ര റൂം തുറന്നകത്ത് കയറുമ്പോൾ ഫുൾ ഇരുട്ടായിരുന്നു. അവൻ വേഗം തന്നെ റൂമിലെ ലൈറ്റ് ഇട്ടു. ഇട്ടിരുന്ന കോട്ട് ഒരു ചെയറിലിട്ട ശേഷം കബോർഡ് തുറന്ന് ഫ്രഷ് ആവാനുള്ള ഡ്രസ്സ് എടുത്ത് തിരിയുമ്പോൾ ബെഡിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നു. എന്നാൽ അവിടെ രുദ്ര ഉണ്ടായിരുന്നില്ല. അവൻ അപ്പോഴാണ് രാവിലെ വൈഷു വന്നതും അവൾ പറഞ്ഞ കാര്യങ്ങളും ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ തന്നെ വൈഷുവിൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ റൂം അകത്തു നിന്നും ലോക്കാക്കിയിരുന്നു. ഭദ്ര ദേഷ്യത്തിൽ ആഞ്ഞു തട്ടി. രുദ്ര ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ആഞ്ഞതും അവളെ തടഞ്ഞുകൊണ്ട് വൈഷു എഴുന്നേറ്റ് റൂമിലെ ലൈറ്റ് ഇട്ട ശേഷം ഡോറ് തുറന്നു. മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ഭദ്രയെ കണ്ടതും ഏട്ടാന്ന് വിളിച്ചൊന്നു ശേഷം അവൾ ഡോറിൻ്റെ സൈഡിലായി പതുങ്ങി. എന്നാൽ ഭദ്ര അവളെ നോക്കാതെ അകത്തേക്ക് കയറിയതും രുദ്ര ബെഡിൽ നിന്നും എഴുന്നേറ്റ് തലകുമ്പിട്ട് നിന്നു. കുറ്റം ചെയ്ത കുറ്റവാളിയെ പോലെ ഇടയ്ക്കിടെ അവൾ ഭദ്രയെ നോക്കുന്നുണ്ട്. അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലഞ്ഞു മുറുകി തന്നെ ഇരിപ്പുണ്ട്. ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? രുദ്ര ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് നിന്നു. ചോദിച്ചത് കേട്ടില്ലടി, ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്? അത് പിന്നെ വൈഷു പറഞ്ഞപ്പോൾ ഞാൻ. രുദ്ര വിക്കി ഓരോന്ന് പറഞ്ഞൊപ്പിച്ചു.
ആ നിൽക്കുന്ന വൈഷു ആണോ അതോ ഞാനാണോ നിന്നെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ബദ്രിയേട്ടൻ: ആണല്ലോ. അപ്പം എന്നോട് ചോദിക്കാതെ എന്ത് ധൈര്യത്തിലടി നീ അവൾക്കൊപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ബദ്രി അത് പറയുമ്പോൾ വൈഷുവാണ് അതിനുള്ള ഉത്തരം നൽകിയത്. ഭവാനി മാമി ഉള്ളത് കൊണ്ടല്ലേ ഏട്ടനെത്തിയ റൂമിൽ കിടക്കാൻ തന്നെ സമ്മതിച്ചേ. അതും അമ്മ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ. ഭവാനി മാമി പോയ സ്ഥിതിക്ക് ഏട്ടത്തി ഇനി അവിടെ കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിലോ, അതാ ഏട്ടത്തിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. നീയാണോ ഇവളാണോ രുദ്ര? ഏട്ടാ മതി, ഞാൻ ചോദിച്ചത് ഇവളോടാ, എൻ്റെ ഭാര്യയോട്. അപ്പം മറുപടി തരേണ്ടതും അവളാണ്. നിന്നോടെന്തേലും ഞാൻ ചോദിക്കുവാണെങ്കിൽ മാത്രം നിനക്ക് സംസാരിക്കാം, കേട്ടല്ലോ? ഭദ്ര അത് പറയുമ്പോൾ വൈഷു ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഭദ്ര തിരിഞ്ഞ് രുദ്രയെ നോക്കി പറഞ്ഞു: ഞാൻ പറഞ്ഞോ നിന്നോട് റൂമിൽ നിന്നും പോകാൻ? പറഞ്ഞോന്നേ? ഇല്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ എന്നോട് പോലും ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് പോന്നത്? അത് പിന്നെ നിന്ന് വിൽക്കാതെ ഉള്ളതുപോലെ പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം. ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഏട്ടൻ്റെ മനസ്സിൽ ശരിക്കും ഞാനുണ്ടോയെന്നറിയാൻ എൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയിച്ചിട്ടും ഏട്ടൻ എന്നോടൊരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാ ഞാൻ. ഇനി സഹതാപത്തിൻ്റെ പേരിൽ മാത്രം എന്നോട് തോന്നുന്ന എന്തേലും ആണോ എന്നറിയില്ലല്ലോ. മതി, നിർത്ത്. ബദ്രിയുടെ ദേഷ്യത്തിലുള്ള സൗണ്ട് കേട്ടതും രുദ്രയും വൈഷുവും ഒരുപോലെ ഞെട്ടി. അപ്പോൾ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതാണല്ലേ? കൊള്ളാം. ഞാൻ കരുതി നീ എന്നെ പറയാതെ മനസ്സിലാക്കുമെന്ന്. അന്ന് എൻ്റെ മനസ്സിൽ എന്തെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കിയ നിനക്ക് ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെയാ. എനിക്കുള്ളിലുള്ളത് പറഞ്ഞതല്ല, പ്രവർത്തിച്ച ശീലം. ഞാൻ പറയുന്നതിനേക്കാൾ എൻ്റെ ഉള്ളിൽ നിന്നോടുള്ളത് എന്തെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു തന്നതാണ്. അത് മനസ്സിലാക്കിയിട്ടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാക്കിൻ്റെ പേരിൽ നീ ഇപ്പോൾ കാണിച്ചില്ലേ, അതെനിക്ക് പൊറുക്കാനാവില്ല. നിനക്കെന്നല്ല ആർക്കും ഈ ജന്മം ഈ ബദ്രി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും നിന്റെ ഇഷ്ടത്തിന് വന്നതല്ലേ, ഇവിടെ തന്നെ പഴയ പോലെ അവൾക്കൊപ്പം നിൽക്കാം. ഇനി ഞാനായി നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കില്ല. നീയായി തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് നീയായി തന്നെ മടങ്ങിയും പോയി എന്ന് കരുതിക്കോളാം. അത്രയും പറഞ്ഞ് ഭദ്ര അവിടുന്ന് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ബദ്രിയോടൊപ്പം ഉണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങൾ അവളുടെ കണ്ണുകളിൽ ഏറണണിയിച്ചു. അവൻ നൽകിയ ചുംബനം അത് അവളിൽ മിഴിയോടെ തെളിഞ്ഞതും അവൾ മനസ്സിലാക്കി. ബദ്രി അവൻ്റെ സ്നേഹം അവൻ്റെ ചുംബനത്തിലൂടെ അവൾക്ക് പകർന്നു നൽകിയിരിക്കുന്നു എന്ന്. ഏട്ടത്തി, സോറി, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകളും നിറഞ്ഞു. എന്നാൽ രുദ്ര അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ബദ്രിക്ക് പിന്നാലെ ഓടി. എന്നാൽ ബദ്രി ആ നിമിഷം തന്നെ ഡോർ അകത്തു നിന്നും ലോക്ക് ചെയ്തു. രുദ്ര എത്ര തവണ തട്ടി വിളിച്ചിട്ടും തുറന്നില്ല. അവൾ നിലത്തായിരുന്നു വാവിട്ട് കരഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ ബാൽക്കണിയിൽ നിന്നും അവൻ്റെ ബോധം മറയുമ്പോഴും മദ്യം കുടിച്ചിരുന്നു ബദ്രി. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൻ അവൾക്കായി നൽകിയ ചുംബനം മിഴിവോടെ തെളിഞ്ഞു നിന്നു. പുറത്താർത്തു പെയ്യുന്ന മഴയ്ക്കൊപ്പം അവളുടെ കണ്ണുനീരും തോരാതെ പെയ്തിരുന്നു. നിലത്തുനിന്നും ചാടി എഴുന്നേറ്റ് അവൾ വേഗം ടെറസിലേക്ക് ചെന്നു. അവൾ അവിടെ നിന്നും മഴയെ ദേഹത്തേക്ക് സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഇടിവെട്ടിൻ്റെ സൗണ്ട് കേട്ടതും അവൾ പേടിച്ചു ചെവികൾ പൊത്തി നിലത്തിരുന്നു. ഒപ്പം അവളുടെ കണ്ണുനീരിൻ്റെ ആഴം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. രാവിലെ ബദ്രി കണ്ണു തുറക്കുമ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു. അവൻ വേഗം തന്നെ റെഡിയായി താഴെ വരുമ്പോൾ അവനുള്ള ആഹാരം തയ്യാറാക്കി വെച്ചിരുന്നു. വിജയലക്ഷ്മി അവനുള്ള ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ തന്നെ വിജിത്തും ഓഫീസിൽ പോകാൻ റെഡിയായി വന്നിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ വിജിത്ത് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ബദ്രി അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോഴാണ് വൈഷു താഴേക്ക് വന്നത്. അവൾ ബദ്രിയെ കണ്ടതും അവിടെ നിന്ന് പരുങ്ങി. വിജയലക്ഷ്മി വൈഷുവിനെ കണ്ടതും ചോദിച്ചു: മോളെവിടെ? ഇന്നലെ നിനക്കൊപ്പമല്ലേ കിടന്നത്, എന്നിട്ട് മോളെ കൂട്ടാതെയാണോ വരുന്നേ? ഇന്നലെ ഏട്ടത്തെ എനിക്കൊപ്പമാ കിടന്ന്, പക്ഷേ ഏട്ടൻ വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അത് പറയുമ്പോൾ വിജയലക്ഷ്മി അവനെ നോക്കി ചോദിച്ചു: മോളെവിടെ? എഴുന്നേറ്റില്ലേ ഇതുവരെ? വിജയലക്ഷ്മി അത് ചോദിച്ചതും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെ ഇട്ട് കയ്യും കഴുകി വേഗം മുകളിലേക്ക് ചെന്നു. ആദ്യം വൈഷുവിൻ്റെ മുറിയിൽ അവളെ നോക്കിയെങ്കിലും അവിടെ അവളെ കാണാതെ വന്നതും തൻ്റെ റൂമിൽ നോക്കി. അവിടെയും അവളെ കാണാതെ വന്നപ്പോൾ താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ടെറസിൽ പോകുന്ന ഡോർ ആരോ തുറന്നിട്ടിരിക്കുന്നതായി കണ്ടത്. അവൻ വേഗം അവിടേക്ക് ഓടിക്കയറുമ്പോൾ ഇന്നലെ പെയ്ത മഴയിലെ നനവുണ്ടായിരുന്നു. അവൻ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടു നിലത്തായി കിടക്കുന്ന രുദ്രയെ. അവൻ വേഗം അവൾക്കടുത്തേക്കായി ചെന്ന് മുട്ടുകുത്തിയിരുന്നു. അവളെ തട്ടി വിളിച്ചെങ്കിലും കണ്ണു തുറന്നില്ല. ദേഹം മൊത്തം നനഞ്ഞു കുതിർന്ന അവസ്ഥ.
അവളുടെ ദേഹം നന്നായി തണുത്ത് മരവിച്ചിരുന്നു. ഭദ്രയ്ക്ക് പിന്നാലെ തന്നെ വിജിത്തും അങ്ങോട്ടേക്ക് വന്നു. അവളുടെ അവസ്ഥ കണ്ടതും അവൻ ചോദിച്ചു, ഏട്ടത്തിക്ക് എന്താ പറ്റിയത്? ഏട്ടത്തി എങ്ങനെ ഇവിടെ വന്നു? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, നീ വേഗം ഡോക്ടറെ വിളിക്ക്. ബദ്രി അത് പറയുമ്പോൾ തന്നെ അവൻ വേഗം തന്നെ ഫാമിലി ഡോക്ടറെ വിളിച്ചിരുന്നു. ബദ്രി വേഗം രുദ്രയെ ഇരു കരങ്ങളിലുമായി എടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴേക്കും വിജയലക്ഷ്മിയും വൈഷുവും അങ്ങോട്ടേക്ക് വന്നു. വൈഷു ഇന്നലെ നടന്നതൊക്കെ വിജയലക്ഷ്മിയോട് പറഞ്ഞതും അവർ അവൾക്കിട്ടൊന്ന് കൊടുത്തിരുന്നു. പിന്നെ രുദ്രയ്ക്കൊപ്പം തന്നെ അവളുടെ അടുത്ത് അവരും ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ വന്നു. അവളെ നോക്കിയ ശേഷം ഒരു ഇഞ്ചക്ഷൻ നൽകി. തൽക്കാലം പേടിക്കാനില്ലെന്നും പനി എന്തെങ്കിലും കൂടിയ ഈ മെഡിസിൻ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം പോയി കുറച്ചു കഴിഞ്ഞതും തന്നെ രുദ്ര കണ്ണുകൾ തുറന്നു. അവർ വേഗം തന്നെ രുദ്രയെ പിടിച്ച് ബെഡിലിരുത്തി. മോൾ എന്തു പണിയെ കാണിച്ചേ? എന്തേലും പറ്റിയിരുന്നെങ്കിലോ? അപ്പോഴേക്കും അവൾ ഭദ്രയെ നോക്കി. അവൻ അവളെ നോക്കാതെ മറ്റെങ്ങ് നോക്കി നിന്നു. മോൾക്കറിയില്ലേ അവൻ്റെ സ്വഭാവം? ഈ പെണ്ണ് ബുദ്ധിയില്ലാതെ വല്ലതും പറഞ്ഞാൽ അത് കേൾക്കാൻ പാടുണ്ടോ? അല്ലേലും ഇവൾക്ക് ഈയിടെയായി കുറുമ്പൽപ്പം കൂടുന്നുണ്ട്. കുഞ്ഞല്ലേന്ന് പറഞ്ഞെല്ലാവരും കൊഞ്ചിക്കുന്നത് കൊണ്ടാണ്. ഇവൾക്ക് നല്ല തല്ലു കിട്ടേണ്ട ടൈം അതിക്രമിച്ചു. കിട്ടിയ അവസരത്തിൽ വിജിത്ത് വൈഷുവിനിട്ട് നന്നായി തന്നെ താങ്ങി. അത് കണ്ടതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. തൽക്കാലം രണ്ടും മടിയുണ്ടാക്കാതെ താഴെ പോകാൻ നോക്ക്. ഞാൻ മോളെ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റാൻ സഹായിക്കട്ടെ. ഇല്ലെങ്കിൽ ഇത് ശരീരത്തിൽ കിടന്നില്ലാത്ത അസുഖം ഉണ്ടാക്കണ്ടേ? എന്നാൽ അത് പറയുമ്പോൾ ബദ്രിയുടെ സൗണ്ട് ഉയർന്നു. അതിൻ്റെ ആവശ്യമില്ല, അമ്മ പോയിക്കോ. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചേ. ഞാൻ തന്നെ നോക്കിക്കോളാം. അത് പിന്നെ മോനെ, ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. അപ്പോൾ ഇത് ഞാൻ നോക്കിക്കോളാം. ബദ്രി അത് പറയുമ്പോൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. അവരിറങ്ങിയതിന് പിന്നാലെ തന്നെ ബദ്രി വന്ന് ഡോറടച്ചു. അവളെ അവൻ മെല്ലെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് മാറ്റാൻ ഡ്രസ്സില്ല, എല്ലാം വൈഷുവിൻ്റെ റൂമിലാ. എല്ലാം കൊണ്ട് അവിടെ വെക്കുമ്പോൾ ഓർക്കണം. അത്രയും പറഞ്ഞവൻ വന്ന് കബോർഡ് തുറന്ന് അവൻ്റെ ഒരു ഷർട്ട് എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് നേരെ നീട്ടി. ഇതിട്ടാ മതി തൽക്കാലം. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഡ്രസ്സ് മാറാൻ? വേണ്ട, ഞാൻ ചെയ്തോളാം. ഡോറ് ലോക്കാക്കണ്ട, ഞാൻ പുറത്തുണ്ടാവും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ബദ്രി പുറത്തേക്ക് ഇറങ്ങിയതും രുദ്ര കുളിച്ച് ഡ്രസ്സ് മാറി. മുട്ടുവരെ നിൽക്കുന്ന അവൻ്റെ ഷർട്ടിട്ട് പുറത്തേക്ക് പോകാൻ തന്നെ ചമ്മൽ തോന്നി രുദ്രയ്ക്ക്. അവൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ബെഡിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് എടുത്തു തരുമോ? എന്തിനാ? ആവശ്യമുണ്ട്, എടുത്തു തായേട്ടാ. ബദ്രി അതെടുത്ത് നീട്ടുമ്പോൾ അവൾ കരങ്ങൾ പുറത്തിട്ട് അത് വാങ്ങി ദേഹത്ത് ചുറ്റി പുറത്തേക്ക് ഇറങ്ങി. ബദ്രി അവളെയും കൊണ്ട് നേരെ ബെഡിലേക്ക് വന്നിരുന്നു. എന്നിട്ട് കയ്യിലിരുന്ന ടവൽ കൊണ്ട് അവളുടെ മുടി തുടക്കാൻ തുടങ്ങി. പെട്ടെന്നുള്ള ബദ്രിയുടെ ആ പ്രവൃത്തിയിൽ രുദ്രയൊന്ന് ഞെട്ടി. ഒരിക്കലും താനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തന്നെ ഇത്രയും കെയർ ചെയ്യുന്നതെന്ന് ഓർത്തതും അവളുടെ കണ്ണു നിറഞ്ഞു. എന്നാൽ ബദ്രി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മുടി ഉണക്കുകയായിരുന്നു. താൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി തൻ്റെ ഓരോ മുടിയിഴകളും എടുത്തവൻ മുടിയിലെ ഈർപ്പമില്ലാതാക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് ബദ്രി അവളെ ഒന്ന് നോക്കി. രുദ്ര ഒന്നും മിണ്ടാതെ അതുപോലെ തന്നെ ഇരുന്നു. ബദ്രി വേഗം എഴുന്നേറ്റ് അവൾക്ക് മുൻപിലായി വന്നു. തൽക്കാലം നിനക്കുള്ള ഡ്രസ്സ് വൈഷ്ണവനോട് കൊണ്ടുതരാൻ പറയാം. അത്രയും പറഞ്ഞ് ബദ്രി പുറത്തേക്ക് പോകുമ്പോൾ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. വൈഷു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് രുദ്ര ബെഡിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബദ്രി ഒരു പ്ലേറ്റിൽ അവൾക്കുള്ള ഫുഡുമായി വന്നിരുന്നു. രുദ്രയുടെ അടുത്തായി വന്നിരുന്ന് ബദ്രിയെ അവൾ തല ഉയർത്തി നോക്കി. അപ്പോഴേക്കും അവൻ അവൾക്ക് നേരെ ആഹാരം നീട്ടിയിരുന്നു. അവൾ പോലും അറിയാതെ വാ തുറന്ന് കഴിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. അവൻ ഓരോ ഉരുളകളായി നീട്ടുമ്പോൾ അതെല്ലാം രുദ്ര സന്തോഷത്തോടെ കഴിച്ചിരുന്നു. അവളെ ഫുഡ് കഴിപ്പിച്ച ശേഷം ബദ്രി വന്ന് ബെഡിലിരിക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. സോറി, ഞാൻ അപ്പോഴത്തെ അതിൽ പറഞ്ഞു പോയതാ. എന്നോട് പിണങ്ങി മാത്രം ഇരിക്കല്ലേ ഏട്ടാ, എനിക്കത് സഹിക്കില്ല. ഈ ലോകത്ത് എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഏട്ടൻ മാത്രമേ ഉള്ളൂ. എന്നെ ഉപേക്ഷിക്കല്ലേ ഒരിക്കലും. അങ്ങനെ വന്നാൽ ഞാൻ മരിച്ചു പോകും. അത് പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ കരച്ചിൽ ഉച്ചത്തിലാവുകയും ചെയ്തു. ബദ്രി വേഗം അവളെ തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ച് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവിടെ ചുംബിച്ചു. അവൻ അവളെ അഭിമുഖമായി ഇരുത്തി അവളുടെ മുഖമെല്ലാം ചുംബനം കൊണ്ട് പൊതിഞ്ഞു. എത്ര തന്നെ ചുംബിച്ചിട്ടും മതി വരാത്തതുപോലെ. അവസാനം അവൻ്റെ നെഞ്ചിൽ ചേർത്ത് രുദ്രയെ ഇറുക്കെ പുണർന്നിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് രുദ്രയിൽ നിന്നും അനക്കമൊന്നില്ലെന്ന് കണ്ടതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് നേരെ ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് നിദ്രയെ പുൽകിയിരുന്നു.